രാഹുലിൻ്റെ വിഷയത്തിൽ സതീശന് ഇത്രയധികം ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു അൺനെസസറി ഫസ് എന്ന് ഞാൻ പറയും. രാഹുൽ ഒരു പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു താരമാണ്. അദ്ദേഹം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്, മിടുക്കനാണ്. ഞാൻ പറയുന്ന പറയുന്ന ആളിന് ഒരു ക്രെഡിബിലിറ്റി വേണം. രാഹുലിന് എത്രമാത്രം ജനപിന്തുണ ഉണ്ടെന്നുള്ളത് ശരിക്കും ഒരു വോട്ടെടുപ്പിലേ തെളിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാഹുൽ കോൺഗ്രസിൻ്റെ ഒരു റൈസിങ് സ്റ്റാർ ആയിരുന്നു. കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോ? പാർട്ടി സീറ്റ് കൊടുത്താൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന തൽക്കാലത്തേക്ക് എന്ന് വേണം കരുതാൻ. റിയാസിനെതിരെ കോൺഗ്രസിൻ്റെ ഒരു വേണ്ടപ്പെട്ട നേതാവിനെ കൊണ്ടുപോയി നിർത്തി തോൽപ്പിക്കുന്നില്ലെന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് റിയാസിനെ തോൽപ്പിക്കാൻ. പാർട്ടി അണികളുടെ ഒരു ഡാർലിംഗ് ആണത്. ആ കാര്യത്തിൽ സതീശൻ്റെ പോളിസിയാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉള്ളൊരാഗ്രഹം ബേപ്പൂര് പോയി മത്സരിക്കണം, റിയാസിനെ തോൽപ്പിക്കണമെന്നുള്ളതാണ്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു മുഖമായിരുന്നു PV അൻവറിൻ്റെത്. ഒരു സമയത്ത് ആ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ഉലച്ചതും PV അൻവർ തന്നെ ആയിരുന്നു. കോൺഗ്രസിനെയും അതേസമയം തന്നെ LDFനെയും ഒരേ സമയം പിടിച്ചു നിർത്താൻ സാധിച്ചു എന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നെ അതിനുശേഷം കോൺഗ്രസിന്റെ വിജയത്തോടു കൂടി PV അൻവറിന്റെ രാഷ്ട്രീയം അവിടെ അവസാനിക്കുന്നതും പിന്നീട് പ്രത്യേകിച്ച് സജീവമായ ഒന്നിലില്ലാത്ത നമ്മൾ കണ്ടിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം കോൺഗ്രസിന് സപ്പോർട്ടുമായിട്ട് രംഗത്ത് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുന്നണിയിലേക്ക് തന്നെ എടുത്തില്ലെങ്കിലും തന്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ട് കോൺഗ്രസിനുണ്ടാകും അല്ലെങ്കിൽ UDFന് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി PV അൻവറിനോട് അയഞ്ഞു തുടങ്ങാൻ സാധ്യതയുണ്ടോ? അക്കാര്യത്തിൽ സതീശൻ്റെ പോളിസിയാണ് എനിക്ക് നന്നായിട്ട് തോന്നിയത്. കാരണം അയാളെ വലുതാക്കണ്ട, സതീശനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ഘടകം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ നിലമ്പൂർ വന്നപ്പോൾ അയാളെ വലുതാക്കണ്ട, നമുക്കിത് പ്രശ്നമില്ല. അപ്പോൾ 11,000 വോട്ടിൽ തീർന്നു പോയില്ലേ? അപ്പോഴും ഷൗക്കത്ത് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി. അപ്പോൾ അത് സതീശന് പാർട്ടിയിൽ വലിയ ശക്തി ഉണ്ടായൊരു സ്ട്രാറ്റജി ആയിരുന്നു. അത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഉള്ളൊരാഗ്രഹം ബേപ്പൂര് പോയി മത്സരിക്കണം, റിയാസിനെ തോൽപ്പിക്കണം എന്നുള്ളതാണ് PV അൻവറിൻ്റെ ആഗ്രഹം. അങ്ങനെ തിരിച്ച് ഉയർത്തെഴുന്നേൽക്കാമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നമുക്കറിയില്ല. അതിനുവേണ്ടി സ്വതന്ത്രനായിട്ടൊന്നും പോയി നിന്നാൽ ഒരു രക്ഷയില്ല. UDFൻ്റെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വോട്ടുകൾ കിട്ടിയിട്ട് അവിടെ പിന്നെ പേഴ്സണൽ വോട്ടുകളും പിടിച്ചിട്ട് അവിടെ ഫൈറ്റ് ചെയ്ത് നോക്കാമെന്നുള്ളതാണ് പുള്ളിയുടെ. അതിനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ്സിൽ ഒരു വിഭാഗം അതിനെ അനുകൂലിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ റിയാസിനെതിരെ കോൺഗ്രസിൻ്റെ ഒരു വേണ്ടപ്പെട്ട നേതാവിനെ കൊണ്ടുപോയി നിർത്തി തോൽപ്പിക്കുന്നില്ലെന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് റിയാസിനെ തോൽപ്പിക്കാൻ. പാർട്ടി അണികളുടെ ഒരു ഡാർലിംഗ് ആണ് അദ്ദേഹം. പിണറായി വിജയൻ്റെ മരുമനാണെന്നുള്ളതല്ല, അദ്ദേഹം SFIയിൽ കൂടി ഫൈറ്റ് ചെയ്ത് വന്ന ഒരു നേതാവല്ലേ. അപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളൊരാളെ നിർത്തി എന്തിനാ അയാൾ പോയി നിൽക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും വി ഡി സതീശന്റെ ഉറച്ച നിലപാട്, അല്ലെങ്കിൽ പാർട്ടിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞതാണ് PV അൻവറിനെ എടുക്കാൻ സാധിക്കില്ല എന്നുള്ളത്. അന്ന് എല്ലാവരും നോക്കിക്കണ്ടിരുന്നത് തെരഞ്ഞെടുപ്പിൽ, ഈ പറയുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ ഒരു സതീശന്റെ നിലപാട് വലിയ രീതിയിൽ തോൽവി അല്ലെങ്കിൽ തോൽക്കാനാണ് സാധ്യത എന്നുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ സതീശനെ നെഗറ്റീവായിട്ട് ബാധിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ജയിച്ചു. അത് സതീശൻ ഉണ്ടാക്കിയ മൈലേജ് ചെറുതൊന്നും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ സതീശന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സതീശൻ എടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങളാണ് ഈ പറയുന്ന സതീശനെ എതിർത്തുകൊണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിരുദ്ധത പ്രകടമാകാൻ കാരണം. ഇനി VD സതീശൻ ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? രാഹുലിൻ്റെ വിഷയത്തിൽ സതീശന് ഇത്രയധികം ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതൊരു അൺനെസസറി ഫസ് എന്ന് ഞാൻ പറയും. കാരണം യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പെറ്റായിരുന്നു VD സതീശന്റെ. അതെ, അതിൽ നമ്മൾ നോക്കിയാൽ രാഹുലിൻ്റെ സിറ്റുവേഷൻ എന്താ? രാഹുലിനെതിരെ ഒരു അലിഗേഷൻ ഉണ്ടായി, അത് പ്രൂവ് ചെയ്തിട്ടില്ല. പക്ഷെ അദ്ദേഹം ഇതുവരെ അതിനെ എതിർത്തിട്ടുമില്ല. അതെ, അല്ല, ഇതിൽ ഇപ്പോൾ അതൊരു അലിഗേഷനാണ്. അതേപോലെ എന്തെല്ലാം അലിഗേഷൻസ് ആർക്കെല്ലാം എതിരായിട്ട് ഇവിടെ ഉണ്ട്. നാളെ സതീശനെതിരായിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഇത് പാർട്ടിയുടെ പോളിസിയാണോ, ഹൈക്കമാൻഡിൻ്റെ പോളിസിയാണോ, KPCCയുടെ പോളിസിയാണോ രാഹുലിനെ എല്ലായിടത്തും അകറ്റി നിർത്തണം? രാഹുൽ മീറ്റിങ്ങിന് വരുന്നില്ലെന്ന് പറയുമ്പോൾ ഇദ്ദേഹം വണ്ടി കയറി പോവുക. അത് എത്രത്തോളം ജനങ്ങളത്
പിന്നെ എന്താ പറയുക ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് കോൺഗ്രസ് പാർട്ടിയെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും വി.ഡി. സതീശനോട് ജനങ്ങൾക്ക് ഒരു എതിർപ്പ് ഈ ഒരു രാഹുൽ വിഷയം കൊണ്ടുണ്ടാവുകയല്ലേ? ഉണ്ടാകാം. കാരണം ഈ രാഹുൽ ഒരു പാർട്ടിയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു താരമാണ്. അദ്ദേഹം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ, മിടുക്കനാണ്. നിയമസഭയിലെ പെർഫോമൻസും ഒക്കെ കൊള്ളാൻ പുള്ളിയുടെ. പിന്നെ ഈ അലിഗേഷൻ അത് ശരിയായിരിക്കാം. ഈ ഒരു സ്ത്രീ പറയുന്നു, അത് പിന്നെ അവർ സിനിമയിൽ അഭിനയിച്ചിരുന്ന ആളാണെന്ന് പറയുന്നു, അവരിങ്ങനെ ഒരു അലിഗേഷൻ പറയുന്നു. അപ്പോൾ ഈ സിനിമാ താരങ്ങൾക്കെതിരായി വന്ന അലിഗേഷൻസൊക്കെ എവിടെ പോയി? ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ലല്ലോ. അതെ, അത് തിരിച്ചടിച്ച കേസുകളുമുണ്ട്. അതെ, തീർച്ചയായിട്ടും മിനു മുനീറിനെയൊക്കെ പോലുള്ളവർക്ക് അത് വലിയ രീതിയിൽ കേസുകൾ. അപ്പോൾ ഞാൻ പറയുന്ന പറയുന്ന ആളിന് ഒരു ക്രെഡിബിലിറ്റി വേണം. ആ ഒരു വീട്ടമ്മ പറഞ്ഞാൽ ഓക്കെ, അതിനകത്ത് ക്രെഡിബിലിറ്റി ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ റെസ്പെക്റ്റഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ പറഞ്ഞാൽ, ഒരു പ്രൊഫഷണൽ പറഞ്ഞാൽ അതിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ട്. ഇതങ്ങനെയൊന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളല്ല. അതെ, മറിച്ച് ആ ഒരു ഇപ്പോൾ രാഹുലിനെതിരെ ഇത്രത്തോളം വിമർശനം അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവരൊരു മാധ്യമങ്ങൾക്കിടയിൽ ഒരു സ്റ്റാർ ആകാൻ ശ്രമിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയും വ്യാഖ്യാനിക്കാം. അവർക്ക് എന്തോ ലക്ഷ്യമുണ്ടായിരുന്നു. ഒന്നുകിൽ അവരെ ആരോ സ്പോൺസർ ചെയ്തിറക്കി, അതല്ലെന്നുണ്ടെങ്കിൽ ഇതുണ്ടായി. അപ്പോൾ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന് മാറി നിൽക്കണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പാർട്ടി തീരുമാനിച്ചാൽ അയാൾ അതനുസരിച്ചേ പറ്റുള്ളൂ. അയാളല്ലാതെ അതിൻ്റെ പേരിൽ അയാൾ BJP-യിലോ CPM-ലോ പോയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴും ആരോപണം നിലനിൽക്കുന്നില്ലേ? പക്ഷേ ജനങ്ങൾ രാഹുലിനെ എല്ലാം മറന്നുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറായി എന്നല്ലേ നമുക്ക് പാലക്കാട് നിന്നുള്ള ജനങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിന്ന്, അല്ലെങ്കിൽ ജനങ്ങളുടെ രാഹുലിനോടുള്ള സമീപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ പൊതുപരിപാടിയിൽ പോകുമ്പോഴും ജനങ്ങൾ അദ്ദേഹത്തെ വാരി പുണർന്നുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും രാഹുലിനെതിരെ വന്നിരിക്കുന്നത് തെളിയാത്തിടത്തോളം കാലം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഇന്നും ജനപ്രതിനിധി അല്ലെങ്കിൽ ജനനായകൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അല്ല, ജനങ്ങൾക്ക് അവരുടേതായ വിലയിരുത്തൽ വേറെയുണ്ട്. അതിൽ സതീശൻ പറയുന്നത്, ഉദാഹരണം പറയുന്നതോ അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പോലും പ്രശ്നമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ സതീശനെ കുറിച്ച് രാഹുൽ പറയുന്നതും പ്രശ്നമല്ല. ഈ എല്ലാ വിഷയങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. നമ്മുടെ ഒരു എക്സ്പോഷർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മറ്റേത് സ്റ്റേറ്റുകളെക്കാളും കൂടുതൽ ഇൻഫർമേഷൻ എക്സ്പോഷർ ഉള്ളത് നമുക്കാണ്. TV വെച്ചാൽ എത്ര ചാനലാണ് വേണ്ട, ഫോണിൽ വരുന്നില്ലേ വിവരങ്ങൾ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു ജനസമൂഹമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായ വിലയിരുത്തലുണ്ട്. പിന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, എനിക്കെൻ്റെ അഭിപ്രായമുണ്ട്, അത് നീ പറയുന്ന വിഷയമല്ല. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കോൺ ചെയ്തിട്ട് അങ്ങനെയല്ല, അതിങ്ങനെയല്ലേ എന്ന് പറഞ്ഞ ഒരു പ്രവണതയാണത്. കാരണം നമുക്കൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്. നമുക്കറിയാം, നിങ്ങളൊക്കെ കൂടുതലൊക്കെ അറിയാം, അങ്ങനെ ഇതാകണ്ട എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡുണ്ട്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ആ രീതിയിൽ ഈ ആരോപണം തള്ളിക്കളയാനുള്ള ഒരു പ്രവണത ഉണ്ടാകാൻ ജനങ്ങളിലില്ല. നമുക്ക് അതൊക്കെ ഒരു ടെസ്റ്റ് നടന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ രാഹുലിന്റെ പാലക്കാടുള്ള സ്വാധീനം, ഇനി രാഹുലിന് സീറ്റ് കൊടുക്കില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന് സീറ്റ് കൊടുക്കില്ലായിരിക്കും, അല്ലെങ്കിൽ രാഹുൽ ഇനി രാഷ്ട്രീയത്തിലേക്ക് ഇതോടുകൂടി തീരുമെന്നുള്ള രീതിയിലൊക്കെയുള്ള അത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും രാഹുലിന് ഇന്ന് കിട്ടുന്ന ഒരു സ്വാധീനം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി ഒരിക്കലും അവസാനിക്കില്ല എന്ന് തെളിയിക്കുന്നതല്ലേ? രാഹുലിന് എത്രമാത്രം ജനപിന്തുണ ഉണ്ടെന്നുള്ളത് ശരിക്കും ഒരു വോട്ടെടുപ്പിലേ തെളിയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകരണം, ഈ തരത്തിലുള്ള എതിർപ്പുകൾ, സതീശൻ തന്നെ തൊടാൻ പാടില്ല എന്ന് പറയുന്ന ഒരു നിലയിൽ നിൽക്കുകയും KPCC നേതൃത്വം തന്നെ ഒരു രാഹുലിനെ അകലെ നിർത്തണമെന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയത്തും ജനങ്ങളത് കൂട്ടാക്കുന്നില്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ രാഹുലിന് നൽകുന്നത് ഹൈപ്പല്ലേ? ഈ മാറ്റി നിർത്തലുകൾ രാഹുലിന് ഒരു പൊൻതൂവലായി മാറുന്നുണ്ടോ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും, ഹൈപ്പ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്, അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. പക്ഷെ അയാള് ഒരു എത്രമാത്രം പോസിറ്റിവിറ്റി അയാൾക്കുണ്ട് എന്നുള്ളത് ഈ അലിഗേഷൻ വന്ന ശേഷം, അതിനു മുമ്പുള്ള കാര്യം നമുക്കറിയാം. തീർച്ചയായിട്ടും രാഹുൽ കോൺഗ്രസിൻ്റെ ഒരു റൈസിങ് സ്റ്റാർ ആയിരുന്നു. അദ്ദേഹം നാളെ ഒരു കോൺഗ്രസ് മന്ത്രിസഭ ഉണ്ടായാൽ മന്ത്രിയാകാൻ വരെ സാധ്യതയുള്ള ഒരാളായിരുന്നു. അത്രയും ഒരു നേതൃത്വ പാഠവും കഴിവും വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും ഒക്കെ ഉണ്ടെന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ സ്ത്രീയുടെ കുറ്റാരോപണം വന്ന ശേഷം അത് നിലനിർത്താൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്
എനിക്ക് തോന്നുന്നു ഒരു വോട്ടെടുപ്പിൽ മാത്രമേ തെളിയൂ. അപ്പോൾ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. അപ്പോൾ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ലെങ്കിൽ, കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം എങ്ങോട്ട് പോകും എന്നുള്ള ചോദ്യം അവിടെ വരുന്നുണ്ട്. അത് CPM സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഇങ്ങനെ ഒരു ചാർജുള്ള ആളുടെ ഇല്ല. കാരണം CPM-നെ സംബന്ധിച്ച് പിണറായി വിജയനെതിരെ ഇത്രത്തോളം വിമർശനങ്ങൾ മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഈ ഒരു ഇടക്കാലങ്ങളിൽ വെച്ച് ഉയർന്നു വന്നിട്ടുള്ളത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒതുക്കാൻ ഈ സ്ത്രീയെ ഇറക്കിയതാണെന്നുള്ള ആരോപണം വരെ. അതെ, കാരണം ഈ ഒരു ആരോപണത്തിന് ശേഷം CPM-ന്റെ പല വേദികളിലും ഈ പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് കോവളം MLA ആയിരുന്ന അദ്ദേഹത്തിൻ്റെ വിൻസെൻ്റോ, അദ്ദേഹം ഒരു വീട്ടിൽ കയറി എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടായല്ലോ, ഒരു ആരോപണം ഉണ്ടായി. അത് കഴിഞ്ഞ് അദ്ദേഹം ആ കേസിൽ അതും ഇതുപോലെ തന്നെ പിണറായിയുടെ ഒരു കടുത്ത ശത്രുവായിരുന്നു അദ്ദേഹം. അസംബ്ലിയിൽ ആ പ്രകടനം നടത്തി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ ഒതുക്കിയതാണെന്നുള്ളതാണ് എൻ്റെ ഒരു അലിഗേഷൻ. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ രാഹുലിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കുമോ എന്നുള്ളതാണ് പ്രസക്തമായ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അദ്ദേഹം BJP-യിൽ CPM-ൽ പോയി മത്സരിക്കുകയെന്ന് അവർ സ്വീകരിക്കില്ല. അതിനേക്കാൾ ഉപരി അദ്ദേഹം പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രത്തോളം മാറ്റി നിർത്തലുകൾ ഉണ്ടായിട്ടും ഇന്നും ഒരു കോൺഗ്രസ് പ്രവർത്തകനായി തന്നെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ രാഹുലിന് കാണിക്കുന്ന ഒരു ആർജവം മറ്റു പാർട്ടിയിലേക്ക് അദ്ദേഹം പോകില്ല എന്നുള്ളൊരു ഉറപ്പാണ്. പോകില്ല എന്നുള്ള ഉറപ്പാണ്. റിബലായിട്ട് മത്സരിക്കാനും സാധ്യതയില്ല. പാർട്ടി സീറ്റ് കൊടുത്താൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ അങ്ങനെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന തൽക്കാലത്തേക്ക് എന്ന് വേണം കരുതാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കൂടുതൽ അതിനെപ്പറ്റി നമുക്ക് ഇപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് ഇനിയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അതെ, ബാക്കി അപ്പം ഇനി വരുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.